ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കരോളിസിൻ്റെ ചാണക്യതന്ത്രമെന്ന് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെയുള്ളൊരു വിഷയമാണ്. ഞാൻ ഓൾറെഡി മുമ്പൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ ഒരു കണ്ടന്റിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം. അതായത് ഒരു ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ISL ക്ലബ്ബ് നടത്തിക്കൊണ്ടു പോകാന്ന് പറയുന്നതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം ഇതൊന്നും അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമൊന്നും അല്ല. ലോസസ് ആണ് ഒരേ വർഷം കഴിയുന്തോറും ഉണ്ടാകുക. അപ്പം ആ ലോസുകൾ കുറച്ച് വരിക എന്നുള്ള ഒരു ചലഞ്ചുകൾ എല്ലാ ക്ലബിനും എന്നോണം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരുപാട് പണമുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഇപ്പം മോഹൻ ബഗാൻ അല്ലെങ്കിൽ മുംബൈ സിറ്റി FC ഒക്കെ നമ്മൾ ആ ഒരു ശ്രേണിയിൽ പറയുന്ന ക്ലബ്ബുകളാണ്. ബാക്കി എല്ലാ ക്ലബിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ചലഞ്ചസ് ഉണ്ട്. പക്ഷേ നമുക്കെങ്കിലും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചലഞ്ചുള്ള ക്ലബ്ബുകളും അവരുടേതായിട്ടുള്ള രീതിയിൽ സക്സസ്സുകൾ കണ്ടെത്തുന്നുണ്ട്. ഒഡീഷ FC ആണെങ്കിലും ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഹൈദരാബാദും ജംഷഡ്പൂരൊക്കെ അവരുടെ രീതിയിൽ ആ ഒരു സക്സസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. സോ ആദ്യം നമുക്ക് കരോളിസിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റുകൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം വന്നതിന് ശേഷം എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. ഇപ്പം അതുവരെ നമ്മളുടെ ഒരു ക്ലബിൻ്റെ ഒരു ഇതുപോലെ സൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് CEO-മാരാണ്. അപ്പം അതിൽ പല സ്കാമുകളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഒരു ഏജൻസീസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആകുന്നത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ വന്നതിന് ശേഷമാണ്. മറ്റൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് 2017 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ ഒരു മിഡ് ലെവലിൽ പോലും പറ്റാത്തൊരു ക്ലബ്ബായിരുന്നു. അപ്പം അവിടെ നിന്ന് നമുക്കൊരു ഉയർച്ചയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു വരവ് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ക്ലബിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി ആ ഒരു കാര്യം വരുമ്പോഴത്തേക്കും മറ്റു ചില വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട്. എങ്കിലും നമുക്ക് ക്ലബിൻ്റെ സൈഡിൽ വേണമെങ്കിൽ അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, കരോളിസ് കിൻഗിസ് എന്ന് പറയുന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ 2020 വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ വർഷത്തെ പിഴവുകളെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, എങ്കിലും ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് പറഞ്ഞു പോകണമല്ലോ എന്ന തരത്തിൽ പറയാം. കാരണം ആദ്യം വന്നു അദ്ദേഹം കിബു വിക്കൂണ എന്ന് പറയുന്നൊരു കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്തു, പല പ്ലെയേഴ്സിനെയും കൊണ്ടുവന്നു. ഈ കാര്യത്തിലൊക്കെ ചില മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് ആ സീസണിൽ താഴെ ഫിനിഷ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വരവാണ്. സോ ആ ഒരു മിസ്റ്റേക്കുകൾ ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹം അടുത്തൊരു സീസണിലേക്ക് വരുന്നൊരു സമയത്ത് ചേഞ്ചസ് വരുത്തി. അതിലേറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന പരിശീലകനെ കൊണ്ടുവന്നു എന്നുള്ളത്. അത് നമുക്കറിയാമല്ലോ, ഇവാൻ വന്നതിന് ശേഷം നമ്മുടെ ക്ലബിനുണ്ടായിട്ടുള്ളൊരു എനർജി അല്ലെങ്കിൽ പല കാര്യങ്ങളും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ ആ സീസണിൽ ഇപ്പം പ്ലെയേഴ്സിനെ കൊണ്ടുവന്നൊരു കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പം അൽവാറോ, ഡയാസ്, ലൂണ, അതുപോലെ ലെസ്കോവിച്ച് തുടങ്ങിയിട്ടുള്ള ടോപ്പ് ഫോറിൻ സൈനിങ്സ് ഉണ്ടായിട്ടുള്ളൊരു വർഷമാണ്. അതുപോലെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്താലും മികച്ച താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഹോമിപ്പാം, സ്റ്റാലിൻ, വിൻസി, ഖബ്ര തുടങ്ങിയിട്ടുള്ള ഒക്കെ പ്ലേയേഴ്സ് ആ സീസണിലാണ് വരുന്നത്. ഖബ്രയെ പോലത്തെ ഒരു പ്ലെയർക്ക് ആ സീസണിൽ ഡൗട്ട്ഫുൾ ആയിരുന്നു, പക്ഷേ അദ്ദേഹം നന്നായിട്ട് കളിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉറപ്പായിട്ടും ടീമിന് ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. സീസണിൽ എനിക്കൊരു പരാതിയായിട്ടൊക്കെ പറയാനുണ്ടായിരുന്നത് ഇപ്പം ഏഷ്യൻ റിക്രൂട്ട് അത്ര പോരായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്നിപ്പോൾ കോവിഡ് സിറ്റുവേഷനാണ്, കുറച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 5 പ്ലേയേഴ്സ് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്ലെയറിലെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ചെഞ്ചോയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്ലെയറിന് കൊടുക്കുന്നതിൻ്റെയൊക്കെ പകുതി സാലറിയൊക്കെ ചെഞ്ചോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഹോൾഡ് മിഡ്ഫീൽഡ് പൊസിഷൻ അവിടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. എന്നിട്ട് കൂടി പറയാൻ 3 പ്ലേയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, 4 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ജിക്സൺ, പുട്ടിയ, ആയുഷ്, ഗിബ്സൺ എന്നീ 4 താരങ്ങൾ. ഇതിൽ നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ അറ്റ് എ ടൈം ഒരു പ്ലെയറിനൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുള്ളൂ. അതൊരു ഭാഗ്യമാണ്. ഈ സീസണൊക്കെ പോലെ ആയിരുന്നെങ്കിൽ നമ്മൾ ആരെ അവിടെ കളിപ്പിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പം ജിക്സൺ അവൈലബിൾ അല്ലാത്തപ്പോൾ നമുക്ക് പുട്ടിയ, ആയുഷ് ഉണ്ടായിരുന്നു. അല്ലാത്ത സമയത്ത് ഇപ്പം ആയുഷും അതുപോലെ ജിക്സനും ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. അതുപോലെ ഗിബ്സണും ഒക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു റിസ്കിലേക്കൊന്നും പോയില്ല. അങ്ങനെ നമുക്ക് കാര്യമായിട്ട് ആ മിക്ക പ്ലേയേഴ്സും അവിടെ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഗോൾ കീപ്പിംഗ് പൊസിഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലത് തന്നെയായിരുന്നു. അപ്പം നല്ല ആൽബിനോ ഉണ്ടായിരുന്നു. ആൽബിനോക്ക് ഇഞ്ചുറി പറ്റുമ്പോഴാണ് ഗില്ല് വന്ന് പിന്നെ ഗില്ല് ഗോൾഡൻ ഗ്ലോവർ അടിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത്. പിന്നെ ആ ഒരു മിഡ് സീസണിലോ മറ്റാണ് കരഞ്ജിത്ത് വരുന്നത്. അതല്ലാണ്ട് സച്ചിൻ, സുരേഷും, മുഹീത്തും ഒക്കെ അവൈലബിൾ ആയി. ഞാൻ ട്രോഫീസിൻ്റെ കാര്യമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് വേറെ സൈഡാണ്. ഞാൻ SD എന്ന ലെവലിൽ വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇവാൻ്റെ ആ ഒരു ഫസ്റ്റ് സീസൺ 2021-22 സീസൺ SDയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറെക്കുറെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ആണ് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്.
നമ്മൾ ആ ഒരു ലെവലിൽ 4th ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മൾ ഫൈനലിലെത്തി. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തോറ്റത്. അപ്പോൾ നമ്മൾ അടുത്ത സീസണിൽ എക്സ്പെക്ട് ചെയ്തത് ഉറപ്പായിട്ടും നമ്മൾ അതേ കോച്ചിനെ റിട്ടേൺ ചെയ്യുന്നു, അതേ സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ റിട്ടേൺ ചെയ്യുന്നു, നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സീസൺ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ വിട്ട് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ സഞ്ജീവ് സ്റ്റാലിൻ, വിൻസി ബാരറ്റോ എന്നീ താരങ്ങളെയൊക്കെ വിട്ട് കളയുന്നു. ഇപ്പം വിൻസിയൊക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. സ്റ്റാലിനാണെങ്കിലും നമ്മുടെ വിങ് ബാക്സിന് ആ സീസണിൽ ഇഞ്ചുറി പറ്റിയപ്പം സ്റ്റാലിൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം വിൻസി ഈ രണ്ട് താരങ്ങളെ നോക്കിക്കഴിഞ്ഞാലും ട്രാൻസ്ഫർ ഫീ ഒക്കെ മേടിച്ചിട്ട് തന്നെയാണ് വിറ്റിട്ടുള്ളത്. പക്ഷേ ഇപ്പം വിൻസിക്ക് ഒരുവിധം ഇപ്പം പ്രൈസിനെ പകരക്കാരനായിട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ സൗരവിനെ ഇതേപോലെയൊക്കെ കൊണ്ടുവന്നു പറയാം. പക്ഷേ സ്റ്റാലിന് നമുക്കൊരു പകരക്കാരൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പം ആ സീസണിൽ നമുക്ക് വിങ് ബാക്സ് ആയിട്ട് ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കബ്ര, സന്ദീപ് സിംഗ്, നിഷു കുമാർ, ജസൽ എന്നിവരാണ്. കബ്ര ആദ്യ സീസണിൽ കണ്ടതിൻ്റെ ഒരു ഇതല്ല നമ്മൾ അടുത്ത സീസൺ കണ്ടത്. അതിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഏജ്ഡ് ആയി, അദ്ദേഹത്തിൻ്റെ ഫോമൊക്കെ ഒന്ന് ഡിപ്പായി, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ജസലിനും ഒരു സെയിം സംഭവമാണ്. ചിലപ്പം ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആകാം. സോ അത് ആ സീസണിൽ ഇഞ്ചുറി ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസലും ഒന്ന് ഡൗൺ ആയിരുന്നു. നിഷു കുമാറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ ഇടയ്ക്ക് ഇഞ്ചുറി വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സന്ദീപാണ് ഏറ്റവും നന്നായിട്ട് ആ വിങ് ബാക്ക് റോളിൽ കളിച്ചത്. പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് റൂൾഡ് ഔട്ട് ആയി പോകേണ്ട സാഹചര്യം വന്നു. അപ്പം നമ്മളവിടെ കബ്രയോ അല്ലെങ്കിൽ ജസലിനെ കളിപ്പിക്കാൻ നിർബന്ധിതമായി എന്നുള്ളതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ലെസ്കോവിച്ചിനും കൂടി ഇഞ്ചുറി വന്നപ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നമായി. അപ്പം അതാണ് നമുക്ക് അവിടെ സ്റ്റാലിൻ എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ പോയി, പകരം നമുക്കൊരു വിങ് ബാക്കിനെ എത്തിക്കാമായിരുന്നു. ഇൻ കേസ് നമുക്ക് ജനുവരിയിലെങ്കിലും അതിനുവേണ്ടി ഒന്ന് വർക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇഞ്ചുറീസ് വരുന്നു, ഇവർ ഫോം ഔട്ടാണ്, നമുക്ക് അവിടെ പ്രശ്നം വരും എന്നുള്ള ലെവലിൽ അതാണ് ചാണക്യതന്ത്രമാകേണ്ടത് സ്പോർട്ടിംഗ് ഡയറക്ടറുടെ, അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാം എന്നുള്ളതാണ് ചെയ്തത്. ഇപ്പം മുംബൈക്ക് സെയിം കൈൻഡ് ഓഫ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവർ അങ്ങനെ വലിയ റിക്രൂട്ട്മെൻറ്റ് നടത്തിയില്ല. ഐ ലീഗിൽ നിന്ന് ഹർദിക് ഭട്ട് എന്ന് പറയുന്ന രാജസ്ഥാൻ യുണൈറ്റഡ് ഒരു പ്ലെയറെ ലോണിൽ കൊണ്ടുവന്നു. അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് മത്സരങ്ങളൊന്നും കളിച്ചില്ല. പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ അവർ വെക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു ഐ ലീഗിൽ നിന്നെങ്കിലും ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനത് ചിന്തിക്കുമ്പം അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ലെവലിൽ ചിന്തിക്കുകയാണ്. നമുക്ക് ആ ഒരു വാക്കൗട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നല്ലോ. അത് ആ ഒരു മോശം ഡിസിഷൻ ആയിരുന്നു. അതിനെപ്പറ്റി നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ സീസണിൽ ഒരു സമയത്ത് നമ്മൾ അൺബീറ്റൺ ആയിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ സന്ദീപിൻ്റെ ലെസ്കോയുടെ ഇഞ്ചറും അത് മൊത്തത്തിൽ ടീമിനെ ബാധിക്കുകയും ചെയ്യുന്നത് വന്നത്. അപ്പം നമുക്ക് അതിന് റീപ്ലേസ് ചെയ്യാൻ അപ്പോൾ ആ ഒരു പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അതിനേക്കാൾ മുകളിൽ ഫിനിഷ് ചെയ്തതിനെ ചിലപ്പോൾ BSc ആയിട്ട് കളിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, വേണമെങ്കിൽ ഇപ്പം നമ്മൾ പറയാമല്ലോ ഈ അല്പലാഭം പെരിഞ്ചേതെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ ജനുവരിയിലൊക്കെ പിശുക്ക് കാട്ടി പിന്നീട് വാക്കൗട്ട് ചെയ്തിട്ട് അതിനേക്കാൾ വലിയ ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോയി എന്നുള്ളതാണ്. അതുപോലെ വിദേശ താരങ്ങളുടെ കാര്യം എടുക്കാം. അൽവാരോ, ഡയാസ്, ലൂണ അനുവിനത്തെ സീസണിലെ ഒരു നല്ല കോംബോ ആയിരുന്നു. അത് മൊത്തത്തിൽ വേർപിരിച്ച് കളയുന്നു. ലൂണെ മാത്രം നമ്മൾ നിർത്തുന്നു എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 പ്ലേയേഴ്സെങ്കിലും ഈ പറഞ്ഞ അറ്റാക്കിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറെ നമുക്ക് ആഡ് ചെയ്തത്. ഇപ്പം ദിമി വന്നു. ദിമിക്കൊപ്പം ഈ പറയുന്ന പ്ലേയേഴ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോസ്തലസ് ചെയ്യാനൊന്നും ആ ഒരു തരത്തിലൊന്നും എഫക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം. പിന്നെ ഇവാൻ കലീഷ്ണ എന്നുള്ള പ്ലെയർ ഉണ്ടായിരുന്നു. നമ്മൾ മിഡ്ഫീൽഡ് ഫോർണർ യൂസ് ചെയ്ത് അങ്ങനെ കളിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ജനുവരിയിൽ ആകെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് ഡാനിഷിനെ കൊണ്ടുവരാനാണ്. പക്ഷേ അത് കുട്ടിയ പോയ സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഗീസനും പോയിട്ടുണ്ട്. അങ്ങനെ ഗീസൻ ലോണിലാണ് പോയത്. അങ്ങനെ 2 പ്ലേയേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ ഡാനിഷ് എന്ന് പറയുന്ന ഒരു പ്ലെയറെ നമ്മൾ ജനുവരിയിൽ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രം. ഇനി അടുത്ത സീസൺ, അതായത് ഇക്കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 3 വിദേശ താരങ്ങൾ നിലനിർത്തി. ലൂണ, ദിമി, ലെസ്കോ. അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റബിൾ തന്നെ ആയിരുന്നു. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പകരക്കാർ എത്തി എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ജോഷുവ സൊട്ടീരിയാണ് ഒരു ഏഷ്യൻ പ്ലെയർ നിലയിൽ വന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി. പിന്നെ സക്കായി വന്നു. സക്കായി ഞാൻ പറയും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് AC പ്ലെയർ തന്നെയാണ്. പക്ഷേ മൊത്തം ISLൻ്റെ സ്റ്റാൻഡേർഡൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മിലോസും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം ഫസ്റ്റ് ഫേസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കോൺട്രിബ്യൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ്രാടെ കാര്യം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. ആസ് എ സെക്കൻഡ് സ്ട്രൈക്കർ എന്ന നിലയിൽ ഒരു പ്യുവർ നമ്പർ 9 ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആ തരത്തിലൊക്കെ അദ്ദേഹത്തെ ഒരുവിധമൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ് 11 കളിച്ചുകൊണ്ടിരുന്ന സഹൽ എന്ന് പറയുന്ന താരം മോഹൻ ബഗാനിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് അവർ അറ്റാക്കിംഗ് പൊസിഷനിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. നമുക്കറിയാം ഈ സീസണിൽ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, ആ ഒരു വിങ് പ്രശ്നങ്ങളൊക്കെ എന്നുള്ളത്. ഇപ്പം നമുക്ക് ആദ്യം നമുക്കിപ്പോൾ രാഹുലിനെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വേറെ പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള സാഹചര്യം എടുത്താലും ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായി നമുക്ക് ഈ പ്ലേയേഴ്സ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മൾ ജനുവരി വർക്ക് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇപ്പോൾ ഞാൻ ഇന്നലെ റീലിനകത്തൊക്കെ ഇട്ടതിനകത്ത് പറയുന്നത് നമ്മൾ സീസണിൻ്റെ ഒരു പകുതി വരെ നന്നായിട്ട് കളിക്കും. പിന്നെ കളിക്കാത്ത നമ്മൾ ജനുവരിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പം അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു അറ്റാക്കിംഗ് പൊസിഷനിൽ ഒരു റൈറ്റ് വിങ്ങറായിട്ടോ ഒക്കെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്താണെങ്കിലും ഫ്രീ ആയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക്. പക്ഷേ അവിടെ ഒരു പ്ലെയറെ വേണം. നമ്മൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ പറയുന്നത് പോലെ
പ്രബീർ മൊത്തത്തിലൊരു മോശം പ്രകടനം തന്നെയാണ്. വീണ്ടും നമ്മൾ സന്ദീപിലേക്കൊക്കെ പോകേണ്ടി വന്നു. പിന്നെ പ്രീതം സഹൽ ഒരു സ്വാപ്പ് അല്ല എന്നൊക്കെ പറയുന്നെങ്കിലും അത് സ്വാപ്പ് തന്നെയാണ്. സോ അതും ആക്ച്വലി ഒരു പാളിപ്പോയിട്ടുള്ള ഒരു പരിപാടിയല്ലേ. ഞാൻ പ്രീത ഒരു മോശം പ്ലെയറാണ് അങ്ങനെയുള്ള രീതിയിലല്ല പറയുന്നത്. അങ്ങനെ അതൊരു സ്വാപ്പായിട്ട് നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനുവരിയിലൊരു നമുക്ക് റിക്രൂട്ട്മെൻറ്റ്സ് വേണമെന്നുള്ളൊരു സാഹചര്യം അവിടെ നമ്മൾ കണ്ണും വീഴ്ച നോക്കിയിരുന്നു. മാത്രമല്ല ബ്രൈസ് വിദ്യാസാഗർ എന്നീ പറയുന്ന 2 താരങ്ങളെ ലോണിൽ വിടുകയും ചെയ്തു. ഓക്കെ, അവർ ടീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവരെ ലോണിൽ വിട്ടുന്ന ആ ഒരു എമൗണ്ടിൽ നമുക്ക് മറ്റേതെങ്കിലും പ്ലേയേഴ്സിനെ ലോണിൽ നമുക്ക് വേണ്ട പൊസിഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയറെങ്കിലും നമുക്ക് എത്തിക്കാമായിരുന്നില്ലേ? ചെയ്തില്ല. അത് സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കാം. ഇഞ്ചറി പറ്റി, ലൂണയ്ക്ക് ഡിസംബറിൽ ഇഞ്ചറി പറ്റി. പകരം വരുന്ന പ്ലെയർ ഫെഡോറാണ്. ഞാൻ ഫെഡോറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഫെഡോർ ഒരു മോശം പ്ലെയർ ആണെന്ന് ഒരിക്കലും അഭിപ്രായമില്ല. അദ്ദേഹം ലിത്വേനിയയുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ നമുക്ക് ഡിസംബർ 2nd വീക്കിലാണ് ലൂണയ്ക്ക് ഇഞ്ചുറി കിട്ടുന്നത്. അതിനുശേഷം ഈ ഫെഡോർ എന്ന് പറയുന്ന താരം പകരക്കാരനായിട്ട് എത്തിക്കുന്നത് എനിക്കൊന്ന് ഒരു ജനുവരി ഒരു മിഡോ അത് കഴിഞ്ഞിട്ടോ ഒക്കെയാണ്. പക്ഷേ ഈ താരം എത്തുന്നത് ഏതാണ്ട് ഫെബ്രുവരി 2nd വീക്കിലോ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ്. അപ്പം എനിക്ക് ഈ ഒരു സൈനിങ് വന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്, ഞാൻ മോശം പറയില്ല, കരോളിസിൻ്റെ ഇൻ്റർവ്യൂ ആണോ അതോ പിന്നെ ഫെഡോറിൻ്റെ ഇതാണോ എന്ന് അറിയത്തില്ല. അദ്ദേഹം പലവട്ടം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 4ാമത്തെ വട്ടമാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഇതിൻ്റെ ഒരു പ്രശ്നം അവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഫെഡോർ വിസ പ്രോസസ്സിങ് ഒക്കെ കാരണമാണ് ഒരുപാട് ലേറ്റായെന്നാണ്. അപ്പം ഇത് ലിത്വേനിയിൽ നിന്ന് ഇവിടെ വരുന്ന ഒരാൾക്ക് അത് പ്രശ്നമാകുമെന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും ഇതിനൊക്കെയാണ് ഈ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഒരു ഡ്യൂട്ടീസ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് വിടാം, അത് നമ്മുടെ കൈ നിൽക്കാത്തൊരു കാര്യമാണെന്ന് വെക്കാം. എങ്കിലും പറഞ്ഞ പോലെ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പോളണ്ട് അല്ലെങ്കിൽ റഷ്യ ഇങ്ങനെ തുടങ്ങിയ ലീഗുകളിലൊക്കെയാണ് സമീപകാലത്ത് കളിച്ചിട്ടുള്ളത്, സൈപ്രസിലൊക്കെ. അപ്പോൾ അവിടുന്ന് വരുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ഇതുമായിട്ട് അഡാപ്റ്റ് ആകാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോച്ചിങ് സ്റ്റാഫ്സും ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ പറയുന്നത് തന്നെ കേട്ടു. അപ്പം അദ്ദേഹം സീസണിൻ്റെ അവസാനം എത്തിയിട്ട് കൂടും ആ പറഞ്ഞതുപോലെ ഇതിലേക്ക് അഡാപ്റ്റ് ആയിട്ടില്ല എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ആകുന്ന ഒരു പ്ലെയറെ, കാരണം അത്രയും ടൈം ഉണ്ടായിരുന്നു. ഡിസംബർ പകുതിയോടുകൂടി ലൂണയ്ക്ക് ഇത് എത്തിയിട്ട് വളരെ ലേറ്റായിട്ടാണ് വരുന്നത്. അതും കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഫാക്ടറാണുള്ളത്. ഇപ്പം നെരിയസ് വാൽസ്കിസ് ലിത്വേനിയിൽ നിന്ന് വന്ന പ്ലെയറാണ്, പക്ഷേ ഇന്ത്യയിൽ സക്സസ് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സമീപകാലത്തൊക്കെ ഏഷ്യയിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ തായ്ലൻഡിലും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഇസ്രായേൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരികയും അല്ലെങ്കിൽ സക്സസ് കണ്ടെത്താനൊക്കെ സാധിക്കുകയും ചെയ്യും. സോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഹൈ ആണ്, പ്രത്യേകിച്ച് ഒരു 2nd ഫേസിൻ്റെ ഒരു സമയമൊക്കെ എത്തുമ്പോൾ. കാരണം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ അതിനോട് ഫെഡോറിന് ഒട്ടും അഡാപ്റ്റ് ആകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ പെപ്രയുടെ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് വരുന്നത് ജസ്റ്റിനാണ്. ജസ്റ്റിൻ നമ്മുടെ ഒരു പ്ലെയറായിട്ട് ലോണിൽ പോയതാണ്. ഒരിക്കലും അതൊരു തട്ടിക്കൂട്ട് റീപ്ലേസ്മെൻറ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെപ്ര എന്ന് പറയുന്ന പ്ലെയർ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനേക്കാൾ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി ലെവൽ നോക്കുമ്പോൾ കുറഞ്ഞ പ്ലെയർ തന്നെയാണ് ജസ്റ്റിൻ. പിന്നെ പലരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടു, ജസ്റ്റിന് നമുക്ക് ആ സാഹചര്യത്തിൽ മറ്റൊരു പ്ലെയറൊന്നും കൊണ്ടുവരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയറെ എത്തിച്ചു എന്നുള്ളത് നമുക്ക് അതെങ്ങനെ പറയാൻ പറ്റും? കാരണം ജസ്റ്റിൻ അങ്ങനെയാണെങ്കിൽ വേറെ പൊസിഷനിലുള്ള പ്ലെയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് പൊസിഷനിലൊക്കെ പ്ലെയർ ആണെങ്കിൽ അങ്ങനെ എടുക്കും ഇല്ല. ഇപ്പം മുംബൈയുടെ കാര്യം എടുക്കാം. അപ്പോൾ മുംബൈയായിട്ട് കമ്പയർ ചെയ്തെന്ന് പറയും. പക്ഷേ ഞാൻ ആ ഒരു സൈനിങ് പ്രോസസ്സ് പറയാം. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ജനുവരി വന്ന് ഇഞ്ചുറായിട്ട് പിന്നെ ആണ് വെജിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആ ജനുവരി ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ കൂടിയായിട്ടുള്ള സാഹചര്യത്തിലാണ് പെപ്രയ്ക്ക് ഇഞ്ചുറി പറ്റുന്നത്. നമ്മൾ ആ ഒരു ലെവലിൽ വർക്ക് ചെയ്തില്ല, നമുക്ക് അത്രയും മതി എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. മാത്രമല്ല ഒരിക്കലും ഒരു പ്രോപ്പർ നമ്പർ 9 അല്ല ജസ്റ്റിൻ. അദ്ദേഹം ഒരു വിങ്ങർ റോളിലാണ് കുറച്ചും കൂടി നന്നായിട്ട് കളിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറെയാണ് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിൻഗിസിൻ്റെ ഒരു ചാണക്യ തന്ത്രം എന്നുള്ള ലെവലിൽ പറയേണ്ടത്. ഇതിലൊക്കെ മാറ്റങ്ങൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ എന്താണെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എത്തിക്കാൻ പറ്റുന്ന 6 വിദേശ താരങ്ങൾ അവർ ടോപ്പ് പ്ലേയേഴ്സ് ആയിരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ലോങ് സീസണാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഇന്ത്യൻ പൊസിഷൻസിൽ നമ്മൾ താരങ്ങളെ എത്തിക്കുക, അങ്ങനെ മോഹൻ ബഗാനും മുംബൈ സിറ്റി ചെയ്യുന്നതല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള പൊസിഷൻ. അതുപോലെ ജനുവരിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ തുടർച്ചയായിട്ടുള്ള 2 സീസണുകൾ കണ്ടതാണ് ജനുവരി നമ്മൾ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളിലേക്കും പോകാത്ത. അപ്പം ആ കാര്യത്തിൽ കൂടി ഒന്ന് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ഞാൻ ചില വീഡിയോസിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ മിഡ് ടേബിൾ ചിന്തിക്കുന്ന പോലെ എന്ന് പറയും. നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നത്, കുറഞ്ഞ രീതിയിലെങ്കിലും ആഗ്രഹിക്കുന്നത് നടക്കാത്തതുകൊണ്ടാണ് ഇതെങ്കിലും നടക്കട്ടെ എന്നുള്ള രീതിയിൽ ചില വീഡിയോസിൽ കാര്യങ്ങൾ പറയുന്നത്. യെസ്, ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉറപ്പാൻ അവസരം മറ്റേ കാണിക്കാൻ സനിയ.